ഹായ് എവരിവൺ. ഞാൻ മുന്നത്തെ ഒരു വീഡിയോ നോമോഫോബിയെ പറ്റി ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്നാണ് നോമോഫോബിയ എന്നാൽ അർത്ഥം. അപ്പം ആ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെ നമുക്ക് സ്മാർട്ട് ഫോൺ അഡിക്ഷനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. ഞാൻ ലിങ്ക് ഇവിടെ കൊടുത്തിരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ സ്മാർട്ട് ഫോൺ അഡിക്ഷനെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് മുന്നേ ആയിട്ട് എനിക്കൊരു പോയിൻ്റ് എംഫസൈസ് ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടൈമിനെ മാത്രമല്ല കൺസ്യൂം ചെയ്യുന്നത്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പല ആപ്സും ഫേസ്ബുക്ക് ആണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെന്നുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ മനുഷ്യ മനസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ എന്താണ് നെക്സ്റ്റ്, നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനോട് എപ്പോഴും ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളൊരു സൈക്കോളജി നമുക്കുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. ഒരു ഇൻഫർമേഷൻ എക്സ്പ്ലോഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് അത്രയും ഒരു ഇൻഫർമേഷൻ ആവശ്യമില്ല. അപ്പോൾ വയസ്സായിട്ടുള്ളവർ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രം ഫോണിൽ കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് മാത്രം ഓൺ ആക്കി ഇടുക. പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഈ ഫോൺ നോക്കാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് മിസ്സായി പോവുക. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ലൈഫ് അപ്ഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫോൺ വഴിയാണ് അറിയുന്നത്. അപ്പം ഈ ഒരു മിസ്സിങ് ഔട്ട് എന്ന് പറഞ്ഞ ഒരു സംഗതി നമ്മുടെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോൺ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ നോക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈഫിൽ ശരിക്കും വലുതായിട്ടൊന്നും മിസ്സായി പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും നമ്മൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ടതൊക്കെ അറിഞ്ഞോളും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള ഇപ്പോൾ വർക്കിൽ എന്തെങ്കിലും കാര്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു പറയും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സമയം പോലെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോണിൽ ആക്റ്റീവായിട്ട് എല്ലാ ആപ്സും യൂസ് ചെയ്തുകൊണ്ടിരിക്കണം എന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാനും ഫോൺ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം എങ്ങനെയൊക്കെ ഇതിനെ ടാക്കിൾ ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്ന് നോക്കാം. എനിക്ക് വർക്കൗട്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് എല്ലാവർക്കും വർക്കൗട്ട് ആകണമെന്നില്ല, ചിലർക്ക് വർക്കൗട്ട് ആയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എനിക്ക് തോന്നി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് തോന്നി. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് മിക്കവരും ഫോണിൽ അലാം വെച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് അലാം വെച്ച് ഓഫ് ചെയ്യാനായിട്ട് എടുത്ത് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായാലും ഫോണിൽ പല ആപ്പുകളിലും സ്ക്രോൾ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്കൊരു ഫിസിക്കൽ അലാം ക്ലോക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോണിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആരും ഡ്രൈവ് ചെയ്യത്തില്ല. പിന്നെ നമുക്ക് ഫോൺ എടുക്കണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അലാം ക്ലോക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഫോൺ എടുക്കാതെ നമ്മൾ വർക്കൗട്ട് ചെയ്യണമെന്നുള്ളവർക്ക് വർക്കൗട്ട് ചെയ്യാം, നടക്കാൻ പോകേണ്ടവർക്ക് നടക്കാൻ പോകാം. എന്തെങ്കിലും പ്രൊഡക്റ്റീവോ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ രാവിലെ ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ശുദ്ധവായുവൊക്കെ ശ്വസിച്ച് ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ടൊരു ചായയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം എന്ന് പറയുന്നത് നമുക്ക് ഫോണിൽ നോക്കുമ്പോൾ കിട്ടില്ല. ഫോണിൽ നോക്കുമ്പോൾ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ നോട്ടിഫിക്കേഷൻസ് വരുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും പോസ്റ്റ് ചെയ്ത് സംബന്ധിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സംഭവിക്കുന്നത് ഒരു ഡോപ്പമിൻ റിലീസാണ്. അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും നമ്മുടെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന കാര്യങ്ങൾ, നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സംഭവിക്കുന്നത് ഡോപ്പമിൻ റിലീസ് ആവുന്നു എന്നുള്ളതാണ്. അപ്പം ഇതേ ഡോപ്പമിൻ റിലീസ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തും നമുക്ക് വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വഴി നമുക്ക് ചെയ്യാവുന്നതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഡോപ്പമിൻ റിലീസ് ചെയ്യും. നമ്മളൊന്ന് ഫ്രഷ് ആവുകയാണെന്നുണ്ടെങ്കിൽ, അതൊന്ന് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോപ്പമിൻ റിലീസ് ആവും. എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എഴുതാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ എഴുതുക, പെയിൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഇതേ ഡോപ്പമിൻ തന്നെയാണ് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ഹാബിറ്റിനെ നമ്മളൊരു പരിധി വരെയൊക്കെ ഇത്തരം ഹാബിറ്റ്സ് വഴി റീപ്ലേസ് ചെയ്യാനായിട്ട് നോക്കുക.
ഫിസിക്കലി ഞാൻ അലാം ക്ലോക്കിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിലാണെന്നുണ്ടെങ്കിൽ അലാം ക്ലോക്ക് മാത്രമല്ല, കലണ്ടറുണ്ട്, അതുപോലെ തന്നെ നോട്ട്സ് ഉണ്ട്, കാൽക്കുലേറ്റർ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ഫോണിൽ അവൈലബിൾ ആണ്. ഒരു പരിധിവരെ അത് നല്ലതാണ്. എങ്ങനെ അത് വയസ്സായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ലതാണ്. അതേസമയം എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ നോട്ട്സിൽ എന്തെങ്കിലും എഴുതാൻ എടുത്തിട്ട് അതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു 10-15 മിനിറ്റ് ഇരിക്കാം എന്ന് പറഞ്ഞ് പോകുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് നോക്കിയേക്കാമെന്ന് പറഞ്ഞ് പോകുന്നു, പിന്നെ മണിക്കൂറുകൾ പോകുന്ന അറിയുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് പകരം ഫിസിക്കലായിട്ടുള്ള കലണ്ടർ യൂസ് ചെയ്യുക, ഫിസിക്കലായിട്ടുള്ള കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, നോട്ട്സിന് പകരം ഒരു പേനയും പേപ്പറും കൊണ്ട് നടക്കുക. ഇതൊക്കെ എന്തായാലും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി ഒട്ടും തന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും എങ്കിലും ഫോൺ കൊണ്ടുപോകാതിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ തന്നെ ഒന്ന് റീഅഷ്വർ ചെയ്യാനാണ്. അത്രയും ടൈമെങ്കിലും എനിക്ക് ഫോണില്ലാതെ ഇരിക്കാൻ പറ്റും എന്നുള്ളത്. നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ഭക്ഷണമൊക്കെ ഒന്ന് ഓരോ ബൈറ്റും ഒന്ന് എൻജോയ് ചെയ്ത് കഴിച്ചു നോക്കൂ. ടോയ്ലറ്റിലേക്കൊക്കെ ഫോൺ കൊണ്ടുപോകാന്ന് പറയുന്നത് വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റാണ്. അപ്പം ആ ഒരു ടൈമിൽ പോലും നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് കാര്യങ്ങൾ പിന്നെയും വേഴ്സ് ആക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഫോൺ അഡിക്ഷൻ നിർത്താൻ താല്പര്യമുള്ള, എന്നാൽ വെറുതെ ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത, എപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് സഡൻലി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫിസിക്കലി ഇതെല്ലാം വെച്ച് റീപ്ലേസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു ക്രിയേറ്റീവായിട്ടുള്ള കാര്യം ചെയ്യുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർ ആദ്യം എടുക്കേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അവർ ടോയ്ലറ്റിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നവരാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാതിരിക്കുക, ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാതിരിക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് കാലം അതിനോട് യൂസ്ഡ് ആയി കഴിയുമ്പോൾ പതുക്കെ നിങ്ങൾക്ക് മറ്റ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇനി നിങ്ങൾ ശരിക്കും അഡിക്റ്റഡ് ആണോ, എന്തും വേണ്ടി ടൈം നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ടൈം നിങ്ങൾ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നൊന്നും എല്ലാവർക്കും അറിയണമെന്നില്ല. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പ്ലേ സ്റ്റോറിൽ പലതരം ആപ്സ് ഉണ്ട്. ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ പോയിട്ട് ടൈം ട്രാക്കർ ഫോർ ഫോൺ യൂസ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ ആപ്സ് വരും. അതിൽ റിവ്യൂസും നല്ല റേറ്റിംഗ് ഉള്ള ആപ്സ് നോക്കി നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അതുവഴി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. 2-3 ദിവസം നിങ്ങൾ എങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നു, എത്ര നേരം യൂസ് ചെയ്യുന്നു, എത്ര തവണ നിങ്ങൾ എടുക്കുന്നു എന്നൊക്കെ ഉള്ളത്, അത് ഹെൽത്തി യൂസേജ് ആണോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കും. ഇങ്ങനെ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസസ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ശരിക്കും ഒരു അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക. ഈ അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ പ്രധാനമായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു കാര്യമില്ലാതെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും അഡിക്ഷൻ അല്ല. അതേസമയം ഒരു കാര്യമില്ലാതെ വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്ന് നമുക്ക് മറ്റ് ലൈഫിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന തരത്തിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഫോൺ വഴി ക്രിയേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. അപ്പം അവരുടെ യൂസേജ് ടൈം കൂടുതലാണെന്ന് പറഞ്ഞാൽ അവരൊരു അഡിക്റ്റ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് അസസ് ചെയ്യുക. നിങ്ങൾ എത്ര ടൈം ഫോൺ യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അത് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാതെ യൂസ്ലെസ് ആയിട്ട് നിങ്ങൾ എത്ര ടൈം ഫോണിലിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് അസസ് ചെയ്ത് നോക്കുക. അത് കട്ട് ഡൗൺ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. നിങ്ങൾ അഡിക്റ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം തീരുമാനിച്ചതിന് ശേഷം എത്ര വെച്ച് കട്ട് ഡൗൺ ചെയ്യാമെന്ന് തീരുമാനിക്കുക. ഒറ്റയടിക്ക് ഇപ്പോൾ 10 മണിക്കൂർ ഫോൺ യൂസ് ചെയ്തിരുന്ന ഒരാൾക്ക് ഒറ്റയടിക്ക് അത് 1 മണിക്കൂറാക്കാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഗ്രേഡഡ് ആയിട്ട് ഈ യൂസേജ് ടൈം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഗോൾ വെക്കുക, ഞാൻ ഈ 1 മാസം കൊണ്ട് ഇത്ര ടൈമിൽ നിന്ന് ഇത്ര ടൈം ആക്കും. ഇങ്ങനെ ഗ്രേഡഡ് ആയിട്ട് നിങ്ങൾക്ക് കുറച്ച് പേർ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. ഇനി ഇത്തരത്തിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഫോൺ യൂസ് ചെയ്യാതെ എത്ര ടൈം, അതായത് ഫോൺ യൂസ് ചെയ്യുന്നത് എന്തായാലും കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഫോൺ യൂസ് ചെയ്യാതെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ ഒരു ഡേ സ്പെൻഡ് ചെയ്യും. അതൊരു ക്വാളിറ്റി ടൈം ഫാമിലി ആയിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ചെയ്യാൻ ഫോണേ യൂസ് ചെയ്യാതെ, ഫോൺ എവിടെയെങ്കിലും എനിക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ഇതിനായിട്ട് യൂസ് ചെയ്യും എന്ന് തീരുമാനിക്കുക. അങ്ങനെ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. 1 മണിക്കൂർ 2 മണിക്കൂർ എന്തായാലും നമുക്ക് ഫോൺ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാം. ഒന്നും വേണ്ട, ഇപ്പോൾ കുറേ റിലേഷൻഷിപ്സിലൊക്കെ ഇത് കാരണം പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഫോൺ യൂസേജ് കാരണം ഫാമിലി ആയിട്ട് അഡിക്വേറ്റ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രോബ്ലം. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ടും ഇത് ഇഫക്റ്റീവ് ആകും. അതേസമയം നിങ്ങളുടെ അഡിക്ഷൻ കുറച്ച് കുറയുകയും ചെയ്യും. ഇനി ലാസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഫോണിൽ കുറേയധികം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ചില യൂസിനായിട്ട് നമ്മൾ കുറേ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്തിടും. പക്ഷെ അതിനകത്ത് ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന 1-2 ആപ്പുകളെ കാണത്തുള്ളൂ. പക്ഷെ നമ്മളത് ഡിലീറ്റ് ചെയ്യാതെ വെച്ചേക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ആപ്സിന് കഴിയും. അപ്പോൾ നിങ്ങൾക്ക് അൺയൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് എല്ലാം നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. നിങ്ങളുടെ ഫോണൊന്ന് ക്ലട്ടർ ഫ്രീ ആയിട്ട് നല്ല രീതിക്ക് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, വീടൊക്കെ അടുക്കി പറക്കുന്ന പോലെ
പോലെ ഫോൺ ഒന്ന് അടുക്കി പെറുക്കി വെക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ മാത്രമല്ല, നിങ്ങളുടെ ടൈം ഒത്തിരി കൺസ്യൂം ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിഷ്യലായിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്ന ആപ്പുകളും നിങ്ങൾ പൂർണ്ണമായിട്ടും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രേക്ക് പീരീഡ് കൊടുക്കുക. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബേൺ ഔട്ട് അടിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഫാമിലിയുടെ കൂടെ എപ്പോഴും ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സഫക്കേറ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോഴാണെങ്കിലും നമ്മളൊരു ബ്രേക്ക് എടുക്കും. അപ്പോൾ എല്ലാ കാര്യവും അധികമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു പോയിന്റിലെത്തും നമുക്കൊരു ബ്രേക്ക് വേണം എന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്സ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങൾക്ക് സൊസൈറ്റിയോട് ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിലും, കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു ബ്രേക്ക് പീരീഡ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ ഡീടോക്സിഫിക്കേഷൻ പീരീഡ് എടുക്കാവുന്നതാണ്. അതെന്തായാലും നിങ്ങളുടെ ലൈഫിനെ ബെനിഫിറ്റ് ചെയ്യുകയുള്ളൂ. അപ്പോൾ ഞാനീ പറഞ്ഞ ടിപ്സിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഇതൊക്കെ യൂസ്ഫുൾ ആയോ എന്ന് എനിക്ക് കമൻസ് വഴി അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.